എൻ്റെ പേര് ചാക്കോ ജോസഫാണ്. അധ്യാപകനായിട്ട് റിട്ടയർ ചെയ്തതാണ്. ഞാൻ ജനിച്ചത് കുറവിലങ്ങാട് കോഴായിലാണ്. ഇപ്പോൾ താമസിക്കുന്നത് മുണ്ടക്കയത്താണ്. റിട്ടയർ ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ കേരള കരിസ്മാറ്റിക് സർവീസ് ടീമിൻ്റെ കീഴിൽ മുണ്ടക്കയം കാഞ്ഞിരപ്പള്ളി സോണിലെ മുണ്ടക്കയം സബ് സോണിൻ്റെ സെക്രട്ടറി ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതുപോലെ ഞാൻ വിജയപുരം രൂപതാംഗമാണ്. വിജയപുരം രൂപതയിലെ ഫാമിലി അപ്പോസ്റ്റലേറ്റിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമാണ്. അതുപോലെ തന്നെ KCBC സഭാ നവീകരണ പ്രോഗ്രാമിലെ വിജയപുരം രൂപതയിലെ കമ്മിറ്റി അംഗം കൂടിയാണ്. എൻ്റെ ജീവിതത്തിൽ മാതാവും ജപമാലയും തമ്മിലുള്ള ബന്ധം എനിക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റാത്ത ഒരു ബന്ധമാണ്. പാരമ്പര്യമായിട്ട് തന്നെ എൻ്റെ മാതാപിതാക്കളിൽ നിന്നാണ് ഈ ഒരു ജീവിതശൈലി എനിക്ക് വളർത്തിയെടുക്കാൻ സാധിച്ചത്. എൻ്റെ മാതാപിതാക്കൾ ചെറുപ്പത്തിലേ മുതൽ തന്നെ ജപമാല ഭക്തിയിൽ വളരുവാനായിട്ട് അവരെന്നെ പ്രേരിപ്പിച്ചു. മാതാവിൻ്റെ ഒരു അടിമയായിട്ടാണ് അമ്മ എന്നെ വളർത്തിയത്. എൻ്റെ ജനനം തന്നെ മാതാവിലുള്ള ഭക്തിയിൽ നിന്ന് രൂപപ്പെട്ടതാണ്. അമ്മ സ്ഥിരമായിട്ട് മാതൃഭക്തയായിരുന്നതുകൊണ്ട് മാതൃസന്നിധിയിൽ പോയി പ്രാർത്ഥിച്ചാണ് എനിക്ക് ജന്മം നൽകിയത്. അതുപോലെ തന്നെ എൻ്റെ അപ്പനും അമ്മയും സ്ഥിരമായിട്ട് എല്ലാ ദിവസവും ഞങ്ങൾ ഒന്നിച്ചിരുന്ന്, ഭവനത്തിലുള്ള എല്ലാ മക്കളും അപ്പനും അമ്മയും ഒന്നിച്ചിരുന്ന് ജപമാല ചൊല്ലുന്ന ഒരു ശീലം ഞങ്ങളിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ മക്കളായ ഞങ്ങൾ മുട്ടിന്മേൽ നിന്നുകൊണ്ട് ജപമാല ചൊല്ലുകയും അതുപോലെ തന്നെ എല്ലാ രഹസ്യങ്ങളും ചൊല്ലിച്ചതിന് ശേഷം മാത്രമേ ആ പ്രാർത്ഥന അവസാനിപ്പിക്കുകയുണ്ടായിരുന്നുള്ളൂ. ഈ ഒരു പാരമ്പര്യം, ഒരു വിശ്വാസ ചൈതന്യം എൻ്റെ ജീവിതത്തിലുടനീളം കൊണ്ടുപോകുവാനായിട്ട് സാധിച്ചു. ഇന്നും ഞങ്ങൾ കുടുംബ പ്രാർത്ഥന ഒരിക്കലും ഒഴിവാക്കി, എന്തൊക്കെ പ്രതിസന്ധികളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിലും ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനകൾ ഒരിക്കലും മുടങ്ങുകയില്ല. സ്ഥിരമായിട്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങളും പുരോഗതിയും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. സാധാരണ ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. പ്രത്യേകിച്ചും എൻ്റെ അപ്പനും അമ്മയും കർഷക തൊഴിലാളികളായിരുന്നു. വളരെ സാധാരണ രീതിയിൽ ജീവിച്ച് ഞങ്ങൾക്ക് മക്കളെ നല്ല രീതിയിൽ പഠിപ്പിച്ച് വളർത്തണമെന്നുള്ള ഒരേ ഒരു ആഗ്രഹം മൂലം നല്ല രീതിയിൽ പ്രാർത്ഥനയിലൂടെ വളർത്തിയ ഞങ്ങൾക്ക് എൻ്റെ ജീവിതത്തിലെ മാതാവിനോടുള്ള ആ ബന്ധം കൂടുതൽ സുദൃഢമാക്കുവാനായിട്ട് സാധിച്ചു. എൻ്റെ ചെറുപ്പകാലത്ത് കുറവലങ്ങാടുള്ള മർത്തമറിയം ഫൊറോന പള്ളിയിൽ മാതാവിൻ്റെ സന്നിധിയിൽ പോയിരുന്ന് സ്ഥിരമായി പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥനയിലൂടെ മാതാവ് എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും, എൻ്റെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുകയും എൻ്റെ വിദ്യാഭ്യാസ കാര്യമായിക്കോട്ടെ, എൻ്റെ ജോലി സംബന്ധമായ കാര്യമായിക്കോട്ടെ, എൻ്റെ വിവാഹ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും മാതാവിൻ്റെ ഇടപെടലാണ് ഉള്ളത്. എന്തെങ്കിലും പ്രയാസമോ ബുദ്ധിമുട്ടോ ഉണ്ടായാൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ എനിക്കതിൽ നിന്നൊരു റിലീഫ് ഉണ്ടാകുന്നതായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. ഇതെൻ്റെ ജീവിതത്തെ വളരെയധികം സ്വാധീനിക്കുകയും എൻ്റെ ജീവിതത്തിലെ മാതാവിനോടുള്ള ഭക്തി നിലനിർത്തണമെന്നുള്ള വളരെ വലിയ ഒരു ചിന്ത രൂപപ്പെടുകയും ചെയ്തു. മാതാവിൽ നിന്നുള്ള ഭക്തിയിൽ നിന്നാണ് ഈശോയിലേക്ക് അടുക്കുവാനായിട്ട് എനിക്ക് സാധിച്ചത്. അപ്പം മാതാവും ഈശോയും തമ്മിലും, ഈശോയും മാതാവും തമ്മിലുള്ള ബന്ധം ഒരിക്കലും മുറിയാതെ നിലനിർത്തുവാനായിട്ട് എനിക്ക് സാധിച്ചത് ഇന്നും എൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നുണ്ട്. എൻ്റെ ജീവിതത്തിലുള്ള എല്ലാ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ മാതാവിലൂടെയാണ് ഉണ്ടായതെന്ന് എനിക്ക് സാക്ഷ്യപ്പെടുത്തുവാനായിട്ട് സാധിക്കും. എൻ്റെ വിദ്യാഭ്യാസം പ്രൈമറി മുതൽ ഉന്നത വിദ്യാഭ്യാസം വരെ കത്തോലിക്ക സ്ഥാപനങ്ങളിലാണ് നടത്തിയത്. വാസ്തവത്തിൽ ആ ഒരു കത്തോലിക്ക സ്ഥാപനങ്ങളിൽ പഠിച്ചതുകൊണ്ട് ഒരു ക്രൈസ്തവ അന്തരീക്ഷം ഞാൻ പഠിച്ച എല്ലാ സ്കൂളുകളിലും നിലനിന്നിരുന്നു.
പ്രത്യേകിച്ചും ഇടവ പള്ളിയോട് ചേർന്നാണ് പല സ്കൂളുകളും ഉണ്ടായിരുന്നത്. ഒക്ടോബർ മാസത്തിലെ 10 ദിവസവും ജപമാല ചെല്ലുവാനായിട്ട് പള്ളിയിൽ കൊണ്ടുപോയി ഞങ്ങളുടെ കത്തോലിക്ക കുട്ടികളെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചിരുന്നു. എൻ്റെ പ്രൈമറി വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ സിസ്റ്റേഴ്സാണ് എന്നെ ശരിക്ക് പ്രൈമറി സ്കൂളിൽ പഠിപ്പിച്ചിരുന്നത്. ഇപ്പോൾ സിസ്റ്റേഴ്സ് ഞങ്ങളുടെ കുട്ടികളോട് ജപമാല ചൊല്ലുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുകയും ആ കൊന്ത ചെല്ലുന്നതിനുള്ള പരിശീലനങ്ങൾ എനിക്ക് വീട്ടിൽ നിന്ന് ആദ്യകാലത്ത് കിട്ടിയിരുന്നതിൻ്റെ തുടർച്ചയെന്നോണം കൂടുതൽ ആഴത്തിൽ കൊന്ത ചെല്ലുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള ഒരവസരം അവർ ഞങ്ങൾക്ക് നൽകുകയും അതിനുള്ള പരിശീലനങ്ങളെ നന്മ നിറഞ്ഞ അറിയം ചെല്ലുവാനും അതുപോലെ തന്നെ നടന്നു പോകുമ്പോൾ വീട്ടിൽ നിന്ന് വരുമ്പോഴൊക്കെ പ്രാർത്ഥിക്കുവാനുമുള്ള ഒരു ശീലം വളർത്തിയെടുക്കുവാനായിട്ട് സിസ്റ്റേഴ്സ് ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ഹൈസ്കൂളിൽ പഠിച്ചപ്പോൾ തന്നെയാണെങ്കിലും ഞങ്ങളുടെ സ്കൂളിൻ്റെ പേര് സെൻറ്റ് മേരീസ് ഹൈസ്കൂൾ എന്നായിരുന്നു. അപ്പോൾ ആ സ്കൂളിലെ 2ാം നിലയിൽ മാതാവിൻ്റെ ഒരു രൂപം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പ്രത്യേകിച്ചും ഞാനും കൂട്ടുകാരുമൊക്കെ അവിടെ പോയിരുന്ന് പഠിക്കുമ്പോൾ മാതാവിന് മുമ്പിൽ പോയിരുന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ജീവിതത്തിലുടനീളം ജപമാല ചൊല്ലുന്ന ഒരു ശീലം എപ്പോഴും ഞാൻ വളർത്തിയെടുത്തിരുന്നു. പ്രത്യേകിച്ചും യാത്ര ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എവിടെയായിരുന്നാലും ഒറ്റയ്ക്കായിരുന്നാലും ഒക്കെ ജപമാല ചൊല്ലുന്ന ഒരു ശീലം എനിക്ക് വളർത്തിയെടുക്കുവാനായിട്ട് സാധിച്ചു. എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ കൂടുതൽ മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകുവാനും സാധാരണ ഒരു വിദ്യാർത്ഥിയായിരുന്നിട്ട് കൂടിയും ഒരു ക്ലാസ്സിൽ പോലും തോൽക്കാതെ വിജയിക്കുവാനും ഒക്കെ സഹായിച്ചത് മാതാവിൻ്റെ ആ ജപമാല ഭക്തിയിലൂടെ ലഭിച്ച അനുഗ്രഹങ്ങളാണ്. അതുപോലെ തന്നെ ഒരു ആകണം എന്നായിരുന്നു എൻ്റെ ജീവിതത്തിലെ അഭിലാഷം. പ്രത്യേകിച്ച് ഞാൻ 8ാം ക്ലാസ്സിൽ പഠിപ്പിച്ച ഒരു സാറ് നല്ല രീതിയിൽ ആ സാറിനെ എൻ്റെ ജീവിതം എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പം അതിലൂടെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടന്നു വരുവാനുള്ളൊരു പ്രചോദനം ലഭിച്ചു. അപ്പം അത് ഉള്ളിൽ വിചാരിച്ചുകൊണ്ട് ഞാൻ മാതാവിൻ്റെ മുമ്പിൽ പോയിരുന്ന ജപമാല ചൊല്ലും, പ്രത്യേകിച്ചും കുറവലങ്ങാട് മുത്തിയമ്മയുടെ പള്ളിയിലിരുന്ന് പോയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ നിയോഗമാണ് വെച്ച് പ്രാർത്ഥിച്ചിരുന്നത്. അപ്പോൾ ആ നിയോഗത്തിലൂടെ മാതാവ് എനിക്ക് പഠിക്കുവാനുള്ള അല്ലെങ്കിൽ ഓരോ സമയത്തും എന്തൊക്കെ പഠിക്കണമെന്നുള്ള ഒരു പ്രചോദനം നൽകുകയും അങ്ങനെ പഠനത്തിൽ ഉയർന്നു വരുവാനും സാധിച്ചു. പഠനം കഴിഞ്ഞ് B.Ed എടുത്ത് എന്നാൽ ആ സാഹചര്യത്തിൽ ഒരു ജോലി കിട്ടാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ ജോലി കിട്ടുവാൻ വേണ്ടി പ്രത്യേകിച്ച് ഒരു B.Edകാരൻ എന്ന നിലയിൽ അധ്യാപക ജോലി കിട്ടണം. അപ്പം അതിനുവേണ്ടി ഞാൻ വിജയപുരം കോർപ്പറേറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടും സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയതുകൊണ്ട് എനിക്ക് ആ അവസരത്തിൽ ജോലി കിട്ടുവാൻ താമസിച്ചു. ഈ അവസരത്തിലാണ് വിജയപുരം രൂപതയിലെ ഇപ്പോഴത്തെ സെബാസ്റ്റ്യൻ തെക്കേത്തച്ചേരിൽ പിതാവ് വിജയപുരം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ കോർപ്പറേറ്റ് രജിസ്റ്റർ ചെയ്ത എന്നെ അവിടെയുള്ള വികലാംഗ ക്ഷേമ പ്രവർത്തനങ്ങളുടെ ഒരു ലൈസൺ ഓഫീസറായിട്ട് അന്നത്തെ സെക്രട്ടറി ആയിരുന്ന തെക്കത്തച്ചേരിൽ പിതാവ് എന്നെ നിയമിച്ചു. 1 വർഷക്കാലം ഞാൻ അവിടെ ജോലി ചെയ്തു. റിഹാസിസ് എന്ന പേരിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളിൽ സജീവമായിട്ട് പങ്കെടുത്തു. അതുപോലെ തന്നെ തുടർന്ന് കോർപ്പറേറ്റിലെ അധ്യാപകർക്കായിട്ട് ഒരു 3 ദിവസത്തെ സെമിനാർ നടത്തി. ആ സെമിനാറിലൂടെ എന്നെ പിന്നീട് തുടർന്നുള്ള വർഷങ്ങളിൽ ലീവ് വേക്കൻസിയിലും ആയിട്ട് പല സ്കൂളുകളിലുമായിട്ട് ജോലി ചെയ്യാൻ സാധിച്ചു. ഇവിടെയൊക്കെ എനിക്ക് ഈ ജോലികളൊക്കെ കിട്ടുവാനായിട്ട് സാധിക്കുന്നത് മാതാവിൻ്റെ കൃപയിലൂടെ അനുഗ്രഹത്തിലൂടെയാണ്. ഏത് അവസ്ഥയിലായിരുന്നാലും ജപമാലയിലൂടെ എനിക്ക് വളരുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അധ്യാപകനായി പ്രൈമറി സ്കൂളിലാണ് ആദ്യം കയറിയത്. പിന്നീട് അത് ഹൈസ്കൂളിലേക്ക് പ്രവേശിച്ചു. ഹൈസ്കൂളിൽ HSA ആയിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന അവസരയിൽ എൻ്റെ ആ പ്രാർത്ഥനാ ജീവിതം എനിക്ക് കൂടുതൽ മേഖലകളിലേക്ക് അല്ലെങ്കിൽ ഹെഡ് മാസ്റ്ററായിട്ട് അവസാനം ഞാൻ പ്രിൻസിപ്പലായിട്ടാണ് റിട്ടയർ ചെയ്തത്. ഇവിടെയൊക്കെ മാതാവിൻ്റെ ആ ഒരു ഇടപെടൽ സജീവമായിട്ട് അല്ലെങ്കിൽ എപ്പോഴും എന്നോടൊപ്പം ഉണ്ട് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇടപെടലാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ
പലപ്പോഴും അധ്യാപകരായിരിക്കും പലതരത്തിലുള്ള പിന്നെ അപ്പോയിൻമെൻറ്റ് പാസ്സാകുന്ന കാര്യങ്ങൾ, അതുപോലെ പ്രൊമോഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പലപ്പോഴും തടസ്സങ്ങളുണ്ടാകും. പക്ഷേ എൻ്റെ ജീവിതം ഞാൻ പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള തടസ്സവും ഒരു സ്ഥലത്തും ഉണ്ടായില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇവിടെയെല്ലാം മാതാവിൻ്റെ ഒരു ജപമാലയുടെ ശക്തിയാണ് എന്ന് എനിക്ക് സാക്ഷ്യപ്പെടുത്തുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ക്ലാസ്സിലാണെങ്കിലും ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് ഞാൻ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ കുട്ടികളോട് പറയും ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാമെന്ന് പറയും. അപ്പോൾ അങ്ങനെ ആ ഒരു പ്രാർത്ഥനാശീലം തുടർന്നു കൊണ്ട് പോകുവാനായിട്ട് എനിക്ക് ഈ ഒരു വിശ്വാസം എപ്പോഴും സഹായിക്കുന്നുണ്ട്. അമ്മയുടെ അനുഗ്രഹവും അമ്മയുടെ കരുതലും അമ്മയുടെ ഇടപെടലും ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ജോലി ചെയ്യുമ്പോഴൊക്കെ, അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന ജോലികളിലെ 100% വ്യാപൃതനാകുവാനും ആ ജോലി നല്ല രീതിയിൽ ചെയ്യുവാനും സാധിക്കുന്നത് എൻ്റെ ആ വിശ്വാസ ജീവിതത്തിൻ്റെ വളർച്ച ഒന്നുകൊണ്ട് മാത്രമാണ്. അതുപോലെ തന്നെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ, ഏതൊരു ജോലി ചെയ്തു കഴിഞ്ഞാലും അവിടെ മാതാവിനോട് ചോദിച്ചല്ലേ, മാതാവുമായിട്ട് അഭിപ്രായം ചോദിച്ചിട്ടാണ് ചെയ്യുക. അങ്ങനെ മാതാവിലൂടെ ഈശോ എന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് എനിക്ക് പൂർണ്ണമായിട്ടും മനസ്സിലായി. ഞാൻ അറിഞ്ഞുകൊണ്ട് ആണ് എപ്പോഴും മാതാവിനോട് അഭിപ്രായം ചോദിക്കുക. ആ അഭിപ്രായത്തിലൂടെ മാതാവിൻ്റെ സംരക്ഷണവും കരുതലും എനിക്ക് ലഭിക്കുന്നുണ്ട്. എൻ്റെ ഔദ്യോഗിക ജീവിതം പൂർണ്ണമായിട്ടും നിലനിർത്തുവാനായിട്ട് സാധിച്ചത് മാതാവിൻ്റെ ഇടപെടൽ ഒന്നുകൊണ്ട് മാത്രമാണെന്ന് എപ്പോഴും എനിക്ക് സാക്ഷ്യപ്പെടുത്തുവാനും പറയാനുമായിട്ട് സാധിക്കും. അധ്യാപകനായിട്ട് സ്ഥിരമായ ജോലി കിട്ടി. അതുപോലെ തന്നെ ഞാൻ ഏകസ്ഥനായിട്ട് ജീവിക്കാനാണ് വിവാഹമൊന്നും വേണ്ട, ഏകസ്ഥ ജീവിതം നയിക്കുവാനാണ് തീരുമാനിച്ചിരുന്നത്. എന്നാൽ കൂട്ടുകാരൊക്കെ കളിയാക്കുന്ന പല രീതിയിലുള്ള അഭിപ്രായങ്ങളൊക്കെ പറയുന്നത് കൊണ്ട് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കണമെന്നുള്ള ചിന്ത മനസ്സിലുണ്ടായി. എന്നാൽ അതിന് കൃത്യമായിട്ടുള്ളൊരു തീരുമാനം എടുക്കുവാനായിട്ട് എനിക്ക് സാധിച്ചിരുന്നില്ല. കാരണം 30 വയസ്സിന് ശേഷമാണ് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചത്. പ്രത്യേകിച്ചും വേണോ വേണ്ടയോ എന്നുള്ള കൃത്യമായിട്ടുള്ളൊരു തീരുമാനം എടുക്കുവാനായിട്ട് സാധിക്കാതെ വന്നപ്പോഴേക്കും മാതാവിൻ്റെ തിരുമുമ്പിൽ പോയിരുന്ന ജപമാല ചൊല്ലി മാതാവിൻ്റെ തീരുമാനം അറിയുവാനായിട്ട് ഞാൻ മാതാവിനോട് ചോദിച്ചു. മാതാവേ, ഞാൻ കൂടുതൽ സ്ത്രീകളെ അല്ലെങ്കിൽ കൂടുതൽ ആളുകളെ പെണ്ണ് കാണാനൊന്നും പോകുന്ന താല്പര്യമില്ല. അതുപോലെ തന്നെ കൊടുത്ത് ജോലി ചെയ്യുന്ന ആരെയും കല്യാണം കഴിക്കാൻ ഇഷ്ടമില്ല. അപ്പം നിനക്ക് ഞാൻ വിവാഹം കഴിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ എനിക്ക് അനുയോജ്യമായിട്ടുള്ളൊരു പെൺകുട്ടിയെ കാണിച്ചു തരണമേ എന്ന് മാതാവിനോട് അപേക്ഷിച്ചു. അതിൻ്റെ ഫലമായിട്ട് എൻ്റെ അടുത്ത് ഒരാൾ, സാറേ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ ഒരാൾ അധ്യാപികയായിട്ട് ജോലി ചെയ്യുന്നുണ്ട് എന്ന് എന്നെ അറിയിച്ചു. എന്നിട്ടും ഞാനൊരു കൃത്യമായ തീരുമാനം എടുത്തില്ല. എന്നാൽ ഈ കാര്യം ഞാൻ എൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതനായിട്ടുള്ള അധ്യാപകനോട് ഷെയർ ചെയ്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞെടാ അത് കുഴപ്പമില്ല, ഞാനും പോരാമെന്ന് പറഞ്ഞ് അധ്യാപകനൊരു ശനിയാഴ്ചയാണ് ഞങ്ങൾ ഇപ്പോഴെൻ്റെ ഭാര്യയായിരിക്കുന്ന വ്യക്തിയുടെ വീട്ടിലെ പെണ്ണ് കാണുവാനായിട്ട് ചെന്നത്. അപ്പോൾ ഇത് നീങ്ങിപ്പോകുന്നെങ്കിൽ പൊക്കോട്ടെ, അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ മാതാവ് എനിക്ക് നടത്തി തരുമെന്ന് ഞാൻ വിശ്വസിച്ചു. ആ വീട്ടിൽ ചെന്നു, പെൺകുട്ടിയെ കണ്ടു. അപ്പോഴവിടെ വെച്ച് തന്നെ ഈ സാറ് എനിക്ക് വേണ്ടി വാക്ക് പറഞ്ഞടാ, നമുക്കിതിനെ കല്യാണം കഴിക്കാം, നീ ഇതിന് വാക്ക് കൊടുക്കുക, ഞാനെല്ലാം പറഞ്ഞോളാം എന്ന് സാർ എനിക്ക് വേണ്ടി അവരുമായിട്ട് സംസാരിച്ചു. പിന്നീട് അവർ വീട്ടിൽ വന്ന് എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചുറപ്പിക്കുകയും അങ്ങനെ ആ വിവാഹം നടക്കുകയും ചെയ്തു. വാസ്തവത്തിൽ ആ മാതാവ് തീരുമാനിച്ചതുകൊണ്ടാണ് എനിക്ക് മറ്റ് ഒരു സ്ത്രീകളെയും ഞാൻ പെണ്ണ് കാണാനായിട്ട് പോയിട്ടില്ല. അതുപോലെ തന്നെ ഈ വിവാഹ ജീവിതത്തിൽ എനിക്ക് ചേർന്ന ഒരു ഇണയെ മാതാവ് തിരഞ്ഞെടുത്ത് തന്നു. പുള്ളിക്കാരത്തിയും അധ്യാപികയാണ്.
അധ്യാപക കുടുംബജീവിതം നയിക്കുവാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. വിവാഹം കഴിഞ്ഞു, 1-2 വർഷമായിട്ടും കുട്ടികളുണ്ടാകുന്നില്ല. അതുപോലെ തന്നെ പ്രഗ്നൻ്റായി കഴിയുമ്പോൾ 1-2-3 മാസം കഴിയുമ്പോൾ അത് അബോർഷനായിട്ട് പോകും. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും വലിയ സങ്കടമായി. എന്തുകൊണ്ടാണ് ഒരു കുട്ടിയെ കിട്ടാത്തത്, അതിനെന്താണ് ബുദ്ധിമുട്ട് എന്ന് ഡോക്ടർമാരെയൊക്കെ കണ്ടിട്ടും ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു തീരുമാനത്തിലെത്താൻ അല്ലെങ്കിൽ ഒരു ഉത്തരം കിട്ടുന്നില്ല. ഞങ്ങൾ 2 പേരും ഒന്നിച്ചിരുന്ന് വീട്ടിലിരുന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഇപ്പോൾ ഞങ്ങൾ മുണ്ടക്കയത്ത് താമസിക്കും. മാതാവിൻ്റെ പാപികളുടെ സങ്കേതമായ മുണ്ടക്കയം സെൻറ്റ് മേരീസ് പള്ളിയിൽ പോയിരുന്നു ഞങ്ങൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കും. അപ്പം മാതാവിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് ആദ്യത്തെ കുട്ടി ജനിക്കുകയും അത് ഏറ്റവും വലിയൊരു ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായ വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞങ്ങളിപ്പോഴും കാണുന്നത്. അതുപോലെ തന്നെ പിന്നീട് 2 കുട്ടികളാണ് ഞങ്ങൾക്കുള്ളത്. ഈ 2 കുട്ടികളും ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് മാതാവിൻ്റെ അനുഗ്രഹമായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ ഈ മാതാവ് വഴിയായിട്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ ജപമാല ജീവിതത്തിലൂടെ ലഭിക്കുവാനായിട്ട് സാധിച്ചു. ഞങ്ങൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ നിയോഗങ്ങൾ വെച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ആ നിയോഗങ്ങൾ മാതാവ് ഏറ്റെടുക്കുകയും ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നടപ്പിലാക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസമായിക്കോട്ടെ, ഞങ്ങൾ ഒരിക്കലും പ്രത്യേകിച്ചൊരു തീരുമാനമൊന്നും ഇല്ലെങ്കിൽ കൂടിയും ആ കുട്ടികളുടെ വിദ്യാഭ്യാസം സാധാരണ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ കുട്ടികൾ പഠിക്കുമ്പോൾ അടുത്ത ക്ലാസ്സിലേക്ക് അഡ്മിഷൻ വരുമ്പോൾ ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിക്കും. അപ്പോൾ ആ ജപമാലയിലൂടെ ഉള്ള അനുഗ്രഹം, കുട്ടികളിപ്പോൾ മൂത്ത ചെറുക്കന് MBA കഴിഞ്ഞു, പഠിത്തം കഴിഞ്ഞ ഉടനെ തന്നെ ഒരു പ്ലേസ്മെൻറ്റ് കിട്ടി. അപ്പോൾ അവന് ജോലിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അപ്പോൾ അവൻ്റെ അഡ്മിഷൻ്റെ കാര്യത്തിലാണെങ്കിൽ ഞങ്ങളൊരു പ്രമുഖ കോളേജിൽ അഡ്മിഷന് വേണ്ടി അപേക്ഷ കൊടുത്തു. പക്ഷേ അവൻ ഇൻ്റർവ്യൂവിൽ അവന് റിജക്റ്റ് ചെയ്യപ്പെടുകയാണ്. അവനും സങ്കടമായിപ്പോയി, ഞങ്ങൾക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടായിപ്പോയി. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് മറ്റൊരു കോളേജിൽ, എറണാകുളത്തുള്ള മറ്റൊരു കോളേജിലേക്ക് ഞങ്ങൾ അപേക്ഷ കൊടുക്കുകയും ആ കോളേജിൽ അവർ ഞങ്ങളെ വിളിച്ച് അഡ്മിഷൻ തരികയും അപ്പോൾ ആ സ്ഥാപനത്തിൽ പോയതോടുകൂടി അവന് നല്ല മാർക്ക് മേടിച്ച് വിജയിക്കുവാനായിട്ടും സാധിച്ചു. അതുപോലെ തന്നെ ഞങ്ങൾ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആ കുട്ടിക്ക് ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുവാനായിട്ട് യാതൊരു തടസ്സവുമില്ലാതെ ക്യാമ്പസ് സെലക്ഷനിലൂടെ ആ ജോലിയിൽ പ്രവേശിക്കുവാനായിട്ട് സാധിച്ചു. 2ാമത്തെ കുട്ടിയാണെങ്കിലും അവന് വാസ്തവത്തിൽ +2 കഴിഞ്ഞ് ഹയർ സ്റ്റഡീസിനായിട്ട് അവന് പോകണമെന്ന് താല്പര്യം. ഞാനൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടി. എന്നാൽ അവന് കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒരു കോളേജിലേക്ക് പോകണമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ഞങ്ങൾ അവിടെ അപേക്ഷ കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ കോളേജിൽ തന്നെ ഞങ്ങളെ വിളിച്ച് പറയുകയാണ്, നിങ്ങളുടെ വരികയാണെങ്കിൽ നിങ്ങൾക്കത് ഇൻ്റർവ്യൂ നടത്തി നിങ്ങൾക്ക് വേണ്ടുന്ന അഡ്മിഷൻ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും മാതാവ് എല്ലാ ഞങ്ങളുടെ കുടുംബജീവിതത്തിലായിക്കോട്ടെ, കുട്ടികളുടെ പഠനത്തിലായിക്കോട്ടെ, മറ്റേതെങ്കിലും കാര്യങ്ങളിലായിക്കോട്ടെ, അതിലെല്ലാം മാതാവിൻ്റെ ഈ ശക്തമായ ഇടപെടൽ ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ ജപമാല ജീവിതം ഞങ്ങളുടെ കുടുംബത്തെ സമാധാനത്തിലും ശാന്തിയിലും കൊണ്ടുപോകുന്നു. അതുപോലെ തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസമായിക്കോട്ടെ, ഏതൊരു കാര്യമാണെങ്കിലും ഞങ്ങൾ മാതാവിൻ്റെ അനുഗ്രഹത്തിന് മാതാവിനോട് ചോദിച്ചിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇപ്പോഴാണെങ്കിൽ തന്നെയും ഞങ്ങൾ വീട് വെക്കുവാനായിട്ട് ഒരു സ്ഥലം മേടിക്കുവാൻ വേണ്ടി നാളുകളായിട്ട് ജപമാലയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് ഒരു അനുയോജ്യമായിട്ടുള്ള സ്ഥലം മേടിക്കുവാൻ സാധിച്ചു. അപ്പോൾ ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തെ കൂടുതൽ മെച്ചപ്പെടുത്തുവാൻ, ഭൗതിക ജീവിതത്തിനേക്കാൾ ഉപരിയായിട്ട് ആത്മീയ ജീവിതത്തിൽ വളർച്ചയുണ്ടാകുവാനായിട്ട് സാധിക്കുന്നത് ഈ ജപമാലയിലൂടെ ഉണ്ടാകുന്ന അനുഗ്രഹങ്ങളാണ്. കൂടുതൽ കൃപകളും അനുഗ്രഹങ്ങളും ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വരുന്നത് ഇത്തരത്തിലുള്ള ഒരു ജപമാല ജീവിതത്തിലൂടെ മാത്രമാണെന്ന് എനിക്ക് സാക്ഷ്യപ്പെടുത്തുവാനായിട്ട് സാധിക്കും.
ശുശ്രൂഷ മേഖലയിൽ കൂടുതൽ സജീവമാകാനായിട്ട് മാതാവ് പുതിയ പുതിയ മേഖലകൾ എനിക്ക് തുറന്നു തരുന്നുണ്ട്. ഞാൻ പുറകോട്ട് നിന്നാൽ പോലും ഏതെങ്കിലും വ്യക്തികളിലൂടെ ആ മേഖലയിലേക്ക് പിടിച്ചുയർത്തുവാനായിട്ട് അല്ല ആ മേഖലയിലേക്ക് സജീവമാകുവാനായിട്ട് മാതാവ് എപ്പോഴും ഇടപെടുന്നുണ്ട്. പ്രത്യേകിച്ചും ഇടവകയിലെ സംഘടനാ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് വിൻസെൻ്റ് പോൾ മുതലായ സംഘടനകളിൽ പ്രവർത്തിക്കുന്നു. കേരള കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ കുടുംബ കൂട്ടായ്മയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പ്രവർത്തിക്കുന്നു. രൂപതയിൽ നിന്നുള്ള വിവിധ പ്രോഗ്രാമുകളുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുവാനൊക്കെ സാധിക്കുന്നത് വാസ്തവത്തിൽ വളരെ പുറകോട്ട് നിൽക്കുന്ന ഒരു സ്വഭാവമാണെങ്കിൽ കൂടി എന്നെ കൈപിടിച്ചുയർത്തുവാനും ആ മേഖലയിലേക്ക് കൊണ്ടുവരുവാനുമായിട്ട് എൻ്റെ ജപമാല ഭക്തി സഹായിക്കുന്നുണ്ട്. മാതാവ് പലപ്പോഴും ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കി അതിനാവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കി തരുന്നുണ്ട്. ഞാൻ എവിടെ പോകേണ്ടതാണോ ആ മേഖലയിലേക്ക് എന്നെ കൊണ്ടുപോവുകയും ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ മുൻകൂട്ടി എനിക്ക് പല രീതിയിൽ മനസ്സിലാക്കി തരികയും അതിനാവശ്യമുള്ള ആളുകളെ എൻ്റെ മുമ്പിൽ സജ്ജമാക്കി തരികയും ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ആ കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യുവാനും അതിൽ പങ്കെടുക്കുവാനുമായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വിൻസെൻ്റ് പോൾ പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അത് മാതാവിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു തടസ്സവുമില്ലാതെ അത് ചെയ്യുവാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ചും സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യേണ്ട കാര്യങ്ങളായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും മാതാവ് ഒരുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഞാൻ പോകേണ്ട സ്ഥലങ്ങൾ അല്ലെ പോകേണ്ട കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുകയും അത് മുൻകൂട്ടി മനസ്സിലാക്കി അത് എനിക്ക് തോന്നിപ്പിക്കുകയാണ്. ഇന്ന കാര്യം ചെയ്യണം, ഇന്ന കാര്യം ചെയ്യുവാനായിട്ട് നീ പുറപ്പെടണം, അത് ഇന്ന രീതിയിലാണ് ചെയ്യേണ്ടതെന്നുള്ള എല്ലാം എനിക്ക് തോന്നിപ്പിക്കുകയും അത് അനുസരിച്ച് എനിക്ക് പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ആളുകൾക്ക് കൗൺസിലിംഗ് ചെയ്യേണ്ട കാര്യമായിക്കോട്ടെ, ഏതെങ്കിലും തരത്തിലുള്ള വചനവിചിന്തനം ചെയ്യേണ്ട കാര്യമായിക്കോട്ടെ, ഇതിനൊക്കെ എനിക്ക് മുൻകൂട്ടി നിർദ്ദേശങ്ങൾ തന്നുകൊണ്ട് ഒരു അമ്മ എങ്ങനെ മക്കളുടെ കൂടെ നടന്ന് കൈപിടിച്ച് നടത്തി ചെയ്യുന്നു അതുപോലെ ചെയ്യുവാനായിട്ട് എനിക്ക് സാധിക്കുന്നു. അത് ചെയ്തു കഴിയുമ്പോഴാണ് ഇതിൻ്റെ പിന്നിൽ അമ്മയുണ്ടല്ലോ, അല്ലെങ്കിൽ അമ്മയാണ് എന്നെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടുകയാണെങ്കിൽ ഒരിക്കലും ഒരു സാമ്പത്തിക പ്രതിസന്ധി മൂലം ഒരു കാര്യവും ചെയ്യാതിരിക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടില്ല. അവിടെയൊക്കെ ഏതെങ്കിലും വിധത്തിൽ അത് നിവൃത്തിയാക്കുവാനായിട്ട് അമ്മയുടെ ഇടപെടൽ സാധിക്കുന്നുണ്ട്. ഒരു പ്രാർത്ഥനാ സഹായം ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ ആ പ്രാർത്ഥന നടത്തി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തിക്ക് ആ കൃത്യമായിട്ട് ആ കാര്യം സാധിച്ചു കൊടുത്തതായിട്ട് പിന്നീട് അവർ സാക്ഷ്യം നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് രോഗങ്ങൾ വരുമ്പോൾ രോഗ സൗഖ്യത്തിനായിക്കോട്ടെ, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, അത് നിവൃത്തിയാക്കുവാനായിട്ട് മാതാവ് എന്നെ സഹായിക്കുന്നു. ജപമാല ഭക്തിയിലൂടെ മാത്രമുള്ള ഒരു ജീവിതമാണ് ഇപ്പോഴും ഞാൻ നയിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ശുശ്രൂഷാ മേഖലയിൽ സജീവമാകുമ്പോൾ കൂടുതൽ വിശ്വാസത്തിൽ ദൃഢപ്പെടുവാനും ആ വിശ്വാസത്തിൽ ദൃഢപ്പെടുന്നത് വഴി കൂടുതൽ കൃപകളാൽ ഞാൻ നിറയപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ചും പ്രാർത്ഥനാവരങ്ങൾ, രോഗശാന്തി വരങ്ങൾ, ദർശനവരം, അതുപോലെ വിവിധ വരങ്ങളിലൂടെ എനിക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നു. ഭാഷാവരത്തിലൂടെ സ്തുതിച്ച് പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്ന വലിയൊരു കൃപ എനിക്ക് നൽകിയിട്ടുണ്ട്. ഇതെല്ലാം ഈ മാതാവിൻ്റെ ഇടപെടലിലൂടെ, മാതൃഭക്തിയിലൂടെ, ജപമാലയിലൂടെ മാത്രമായിട്ട് കിട്ടിയ ഒരു കാര്യമാണ്. ഇതിലെപ്പോഴും ഞാൻ ദൈവത്തിൻ്റെ മുമ്പിൽ കടപ്പെട്ടിരിക്കുകയാണ്.